പ്രിയ സ്നേഹിതരെ, ഞാൻ ഡാനിയലച്ചനാണ്. ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസ് എന്ന ബൈബിൾ പണ്ഡിതൻ തയ്യാറാക്കിയ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ വചന വായനയ്ക്ക് ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 53. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 85. നാം വചനം വായിച്ചു തുടങ്ങുന്നു. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. സംഖ്യ അധ്യായം 2. കർത്താവ് മോശയോടും അഹറോനോടും ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയർ തങ്ങളുടെ പിതൃഭവനമനുസരിച്ചുള്ള അടയാളങ്ങളോടൊത്ത് ഓരോ ആൾ തൻ്റെ പതാകയോട് ചേർന്ന് പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് നേർക്കായി ചുറ്റും അവർ പാളയമടിക്കണം. യൂദാ പാളയത്തിൻ്റെ പതാകയുള്ളവർ തങ്ങളുടെ സൈന്യവ്യൂഹമനുസരിച്ച് ഉദയദിശയിൽ കിഴക്ക് ഭാഗത്തേക്കാണ് പാളയമടിക്കേണ്ടത്. യഹൂദ്യർക്ക് നായകൻ അമ്മിനാദാവിൻ്റെ മകൻ നഹ്ശോൻ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 74,600. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ഇസാക്കർ ഗോത്രം. ഇസാക്യർക്ക് നായകൻ സുവാറിൻ്റെ മകൻ നെത്താനേൽ. അവൻ്റെ സൈന്യവും അതിൻ്റെ അംഗസംഖ്യയും 54,400. സെബുലൂൺ ഗോത്രം. സെബുലൂന്യർക്ക് നായകൻ ഹേലോൻ്റെ പുത്രൻ ഏലിയാബ്. അവൻ്റെ സൈന്യവും അതിൻ്റെ അംഗസംഖ്യയും 57,400. യൂദാ പാളയത്തിന് അവരുടെ സൈന്യങ്ങളനുസരിച്ച് ആകെ അംഗസംഖ്യ 1,86,400. അവരാണ് ആദ്യം നീങ്ങേണ്ടത്. ദക്ഷിണഭാഗത്ത് തങ്ങളുടെ സൈന്യവ്യൂഹമനുസരിച്ച് റൂബൻ്റെ പാളയ പതാക. റൂബന്യർക്ക് നായകൻ ഷെദയൂറിൻ്റെ മകൻ എലിസൂർ. അവൻ്റെ സൈന്യവും അതിൻ്റെ അംഗസംഖ്യയും 46,500. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നത് ശിമെയോൻ ഗോത്രം. ശിമെയോന്യർക്ക് നായകൻ സുരിഷദ്ദായിയുടെ പുത്രൻ ശെലൂമിയേൽ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 59,300. ഗാദ് ഗോത്രം. ഗാദ്യർക്ക് നായകൻ റവുവേലിൻ്റെ പുത്രൻ ഏലിയാസാഫ്. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 45,650. റൂബൻ പാളയത്തിന് അവരുടെ സൈന്യവ്യൂഹമനുസരിച്ച് ആകെ അംഗസംഖ്യ 1,81,450. അവരാണ് രണ്ടാമത് നീങ്ങേണ്ടത്. പാളയങ്ങൾക്ക് മധ്യത്തിലായി ലേവായരുടെ പാളയവും സമാഗമ കൂടാരവും നീങ്ങണം. അവർ പാളയമടിച്ചതുപോലെ ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനമനുസരിച്ച് പതാകകളോടൊത്ത് നീങ്ങണം. പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രായീമിൻ്റെ പാളയ പതാക അവരുടെ സൈന്യവ്യൂഹമനുസരിച്ച്. എഫ്രായീമ്യർക്ക് നായകൻ അമ്മിഹൂദിൻ്റെ മകൻ എലിഷാമ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 40,500. അതിനോട് ചേർന്ന് മനാസെ ഗോത്രം. മനാസ്യർക്ക് നായകൻ പെദഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 30,200. തുടർന്ന് ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമീന്യർക്ക് നായകൻ ഗിദയോനിയുടെ പുത്രൻ അബിദാൻ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 35,400. എഫ്രായീമിൻ്റെ പാളയത്തിന് അവരുടെ സൈന്യങ്ങളനുസരിച്ച് മൊത്തം അംഗസംഖ്യ 1,80,100. അവരാണ് മൂന്നാമത് നീങ്ങേണ്ടത്. വടക്ക് ഭാഗത്ത് ദാനിൻ്റെ പാളയ പതാക അവരുടെ സൈന്യങ്ങളനുസരിച്ച്. ദാന്യർക്ക് നായകൻ അമ്മിഷദായിയുടെ മകൻ അഹിയേസർ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 62,700. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ആഷേർ ഗോത്രം. ആഷേര്യർക്ക് നായകൻ ഒക്രാൻ്റെ മകൻ പഗിയേൽ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 41,500. തുടർന്ന് നഫ്താലി ഗോത്രം. നഫ്താലിയർക്ക് നായകൻ ഏനാൻ്റെ മകൻ അഹീറ. അവൻ്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 53,400. ദാനിൻ്റെ പാളയത്തിന് മൊത്തം അംഗസംഖ്യ 1,57,600. അവരാണ് തങ്ങളുടെ പതാകകളനുസരിച്ച് അവസാനമായി നീങ്ങേണ്ടത്. തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇസ്രായേലിയരുടെ അംഗസംഖ്യ ഇതാണ്. തങ്ങളുടെ സൈന്യങ്ങളനുസരിച്ച് പാളയങ്ങളുടെ മൊത്തം അംഗസംഖ്യ 6,03,550. ഇസ്രായേലിയർക്കിടയിൽ ലേവായർ എണ്ണപ്പെട്ടില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അവർ പതാകകളനുസരിച്ച് പാളയമടിച്ചു. അപ്രകാരം തന്നെയാണ് ഓരോരുത്തനും തൻ്റെ കുടുംബങ്ങളനുസരിച്ച് തൻ്റെ പിതൃഭവനത്തോട് ചേർന്ന് നീങ്ങിയത്.
നിയമാവർത്തനം അധ്യായം 2. കർത്താവിനോട് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ തിരിഞ്ഞ് ചെങ്കടലിൻ്റെ വഴിയെ മരുഭൂമിയിലേക്ക് നീങ്ങി. എന്നിട്ട് ഏറെ ദിവസങ്ങൾ നമ്മൾ സെയീർ മല ചുറ്റി. അപ്പോൾ കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഈ മല നിങ്ങൾ വേണ്ടുവോളം ചുറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വടക്കോട്ട് തിരിയുവിൻ. നീ ജനത്തെ ഇപ്രകാരം അനുശാസിക്കുക: സെയീറിൽ താമസിക്കുന്ന നിങ്ങളുടെ സഹോദരരായ ഏസാവ്യരുടെ അതിർത്തി നിങ്ങൾ കടക്കുകയാണ്. അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങളേറെ ജാഗ്രത പാലിക്കണം. നിങ്ങൾ അവരുമായി കലഹിക്കരുത്. അവരുടെ ദേശത്ത് നിന്ന് കാൽനട വഴി പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല, തീർച്ച. കാരണം ഞാൻ ഏസാവിന് കൈവശവസ്തുവായി നൽകിയതാണ് സെയീർ മല. അവരിൽ നിന്ന് ഭക്ഷ്യധാന്യം വിലയ്ക്ക് വാങ്ങി നിങ്ങൾ ആഹരിക്കണം. വെള്ളം പോലും അവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ കരവേലയിലും നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മഹാമരുഭൂമി നിങ്ങൾ താണ്ടുന്നത് അവിടുന്ന് അറിയുന്നുണ്ട്. ഈ 40 സംവത്സരവും കർത്താവ് നിന്റെ കൂടെയുണ്ടായിരുന്നു. നിനക്കൊരു കാര്യവും കുറവുണ്ടായില്ല. അങ്ങനെ നമ്മൾ സെയീറിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരരായ ഏസാവ്യരിൽ നിന്ന് അറാബ വഴിയിൽ നിന്നും ഏലാത്തിൽ നിന്നും എസിയോൻ ഗബേറിൽ നിന്നും കടന്നുപോയി. തുടർന്ന് നമ്മൾ മോവാബ് മരുഭൂമിയുടെ വഴി ലക്ഷ്യം വെച്ച് മുന്നേറി. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു: മോവാബ്യരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി യുദ്ധത്തിലേർപ്പെടുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവരുടെ ദേശത്ത് നിന്ന് നിനക്ക് ഞാൻ കൈവശവസ്തു തരികയില്ല. കാരണം ലോത്യർക്ക് കൈവശവസ്തുവായി ഞാൻ നൽകിയതാണ് 6 ദേശം. പണ്ട് അനാക്കുകളെപ്പോലെ ഉയരമുള്ള വലുതും പ്രശസ്തരുമായ ഏമുകൾ എന്നൊരു കൂട്ടർ അവിടെ താമസിച്ചിരുന്നു. അനാക്കുകളെപ്പോലെ അവരും റാഫാകൾ എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും മോവാബുകാർ അവരെ ഏമുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സെയീറിൽ പണ്ട് താമസിച്ചിരുന്നത് ഹോറികളാണ്. അവരെ ഏസാവ്യർ തുരത്തുകയും തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും തലസ്ഥാനത്ത് വാസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് നൽകിയ കൈവശദേശത്തോട് ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് സെറദ് അരുവി കടക്കുവിൻ. അങ്ങനെ നമ്മൾ സെറദ് അരുവി കടന്നു. നമ്മൾ കാദേശ് ബർണയായിൽ നിന്ന് യാത്ര തിരിച്ച് സെറദ് അരുവി കടക്കുന്നത് വരെയുള്ള കാലം 38 വർഷമായിരുന്നു. അപ്പോഴേക്കും പോരാളികളുടെ തലമുറ മുഴുവനും കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്നത് പ്രകാരം പാളയമധ്യേ നിന്ന് തിരോഭവിച്ചിരുന്നു. അവർ തിരോഭവിക്കുന്നതുവരെ പാളയമധ്യേ നിന്ന് അവരെ അസ്വസ്ഥരാക്കാൻ കർത്താവിൻ്റെ കരവും അവരുടെ മേലുണ്ടായിരുന്നു. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. കർത്താവിനോട് പ്രകാരം വചിച്ചു: നീ ഇന്ന് മോവാബിൻ്റെ അതിർത്തിയായ 6 ദേശം കടക്കുകയാണ്. നീ അമ്മോന്യരുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി കലഹിക്കുകയോ അരുത്. എന്തെന്നാൽ അമ്മോന്യരുടെ ദേശത്ത് നിന്ന് ഞാൻ നിനക്ക് കൈവശഭൂമി തരികയില്ല. കാരണം ഞാൻ ലോത്യർക്ക് കൈവശഭൂമിയായി കൊടുത്തതാണത്. അതും റാഫാകളുടെ രാജ്യമെന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് റാഫാകൾ അവിടെ താമസിച്ചിരുന്നു. അമ്മോൻകാർ അവരെ സംസോമുകൾ എന്ന് വിളിക്കുന്നു. അനാക്കുകളെപ്പോലെ ഉയരമുള്ള വലുതും പ്രശസ്തവുമായ ഒരു ജനം. പക്ഷെ കർത്താവ് അവരെ ഇവരുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. ഇവർ അവരെ തുരത്തുകയും തലസ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. സെയീറിൽ താമസിക്കുന്ന ഏസാവ്യരുടെ മുമ്പിൽ നിന്ന് ഹോറികളെ ഇല്ലായ്മ ചെയ്തപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവർ അവരെ തുരത്തി തലസ്ഥാനത്ത് ഈ നാൾ വരെയും പാർക്കുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന ഔവാക്കാർ ഗാസ വരെ ഉണ്ടായിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് പുറപ്പെട്ടു വന്ന കഫ്തോറുകാർ അവരെ തുരത്തി തലസ്ഥാനത്ത് താമസമുറപ്പിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുവിൻ. അർണോൺ അരുവി കടക്കുവിൻ. നോക്കൂ, അമോര്യനായ ഹെഷ്ബോൻ രാജാവ് സീഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അത് കൈവശപ്പെടുത്തി തുടങ്ങിക്കൊള്ളൂ. അവനുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊള്ളൂ. ഇന്ന് ഞാൻ ആകാശങ്ങൾക്കെല്ലാം കീഴുള്ള ജനങ്ങളുടെ മുമ്പിൽ നിന്നോടുള്ള പരിഭ്രാന്തിയും ഭയവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിന്റെ ഖ്യാതി കേൾക്കുമ്പോൾ അവർ നിന്റെ മുമ്പിൽ വിറകൊള്ളുകയും വിറങ്ങലിക്കുകയും ചെയ്യും. തുടർന്ന് ഞാൻ കെദമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് ദൂതന്മാരെ ഇപ്രകാരം സമാധാന വചസ്സുകളുമായി അയച്ചു: നിന്റെ ദേശത്തിലൂടെ ഇടം വലം തിരിയാതെ വഴിയിലൂടെ മാത്രം നടന്ന് ഞാൻ കടന്നുപൊക്കൊള്ളട്ടെ. നീ എനിക്ക് ഭക്ഷ്യധാന്യം പണത്തിന് വിൽക്കുമെങ്കിൽ ഞാൻ ഭക്ഷിക്കും. വെള്ളം നീ എനിക്ക് പണത്തിന് നൽകുമെങ്കിൽ ഞാൻ കുടിക്കും. കാൽനടയായി കടന്നുപോകാൻ എന്നെ അനുവദിക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് ഞാൻ ജോർദാൻ കടക്കുന്നതുവരെ സെയീർ നിവാസികളായ ഏസാവ്യരും ആർ നിവാസികളായ മോവാബുകാരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ. എന്നാൽ നമ്മൾ കടന്നുപോകാൻ ഹെഷ്ബോൻ രാജാവായ സീഹോൻ അനുവദിച്ചില്ല. കാരണം അവനെ
ഇന്നായിരിക്കുന്നത് പോലെ തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് അവൻ്റെ മനസ്സ് കടുപ്പിക്കുകയും ഹൃദയം കനപ്പിക്കുകയും ചെയ്തിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നോക്കൂ, സീഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു തരാൻ പോകുന്നു. നീ ആരംഭിച്ചുകൊള്ളുക, അവൻ്റെ ദേശം സ്വന്തമായി കൈവശപ്പെടുത്തിക്കൊള്ളുക. സീഹോൻ അവനും അവൻ്റെ ജനമൊക്കെയും നമ്മെ എതിരിടാൻ യഹസിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. അവനെയും അവൻ്റെ മകനെയും ജനം മുഴുവനെയും നമ്മൾ പ്രഹരിച്ചു. ആ സമയം അവൻ്റെ സകല പട്ടണങ്ങളും നമ്മൾ പിടിച്ചെടുത്തു. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഓരോ നഗരവും നമ്മൾ ഉന്മൂലനാചാര വിധേയമാക്കി. അതിജീവിക്കുന്നതായി ഒന്നും അവശേഷിപ്പിച്ചില്ല. നമുക്കായി നമ്മൾ കവർന്നെടുത്ത മൃഗഗണവും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ കൊള്ളവസ്തുക്കളും ഒഴികെ. അർണോൺ അരുവിക്കരയിലുള്ള അരോവേറും താഴ്വരയിലെ പട്ടണവും മുതൽ ഗലയാദ് വരെ നമുക്ക് അപ്രാപ്യമായ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്കരുവിയുടെ ഏതെങ്കിലും ശാഖയും ഗിരിനഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോന്യദേശത്തെയോ നമ്മുടെ ദൈവമായ കർത്താവ് വിലക്ക് കൽപ്പിച്ച എന്തിനെയെങ്കിലുമോ നീ സമീപിച്ചില്ല എന്ന് മാത്രം. സങ്കീർത്തനങ്ങൾ 85. ഗായക നേതാവിന് കോരഹ്യരുടേത് കീർത്തനം. കർത്താവെ, അങ്ങയുടെ ദേശത്തോട് പ്രസാദിച്ച് യാക്കോബിൻ്റെ അടിമത്തം അങ്ങ് നീക്കി. അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് ക്ഷമിച്ചു. അവരുടെ സകല പാപവും അങ്ങ് മറച്ചു. അങ്ങയുടെ അമർഷമെല്ലാം അങ്ങ് പിൻവലിച്ചു. അങ്ങയുടെ ഉഗ്രകോപത്തിൽ നിന്ന് അങ്ങ് സ്വയം പിന്മാറി. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളോടുള്ള അങ്ങയുടെ വിഷമം ഇല്ലായ്മ ചെയ്യണമേ. അങ്ങന്നേക്കും ഞങ്ങൾക്കെതിരെ കോപിഷ്ഠനായിരിക്കുമോ? തലമുറ തലമുറയിലേക്ക് അങ്ങയുടെ കോപം വ്യാപിപ്പിക്കുമോ? അങ്ങ് തിരിച്ചു വന്ന് ഞങ്ങളെ ജീവിപ്പിക്കുമ്പോഴല്ലേ അങ്ങയുടെ ജനം അങ്ങിൽ സന്തോഷിക്കുന്നത്. കർത്താവെ, ഞങ്ങളോട് അങ്ങയുടെ കാരുണ്യം കാണിക്കണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ തമ്പുരാൻ ഉര ചെയ്യുന്നതെന്തെന്ന് ഞാൻ കേൾക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തരോടും സമാധാനം സംസാരിക്കും. അങ്ങനെ അവർ ഭോഷത്വത്തിലേക്ക് തിരിയാതിരിക്കട്ടെ. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളാൻ തക്കവിധം അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ രക്ഷ നിർണയമായും സമീപസ്ഥമാണ്. കൃപയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും ചുംബിക്കും. ഭൂമിയിൽ നിന്ന് സത്യം മുളയെടുക്കും. ആകാശത്തു നിന്ന് നീതി താഴേക്ക് നോക്കും. അതെ, കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം അതിൻ്റെ വിളവ് നൽകും. തിരുമുമ്പിൽ നീതി സഞ്ചരിക്കും. അത് തൻ്റെ കാലടികൾ യാത്രയ്ക്ക് സജ്ജമാക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഓർമ്മയുണ്ട്, ഏകദേശം 1 വർഷത്തോളം സീനായി മലയടിവാരത്തിൽ താമസിച്ചിട്ടാണ് ഇസ്രായേൽ ജനതയുടെ യാത്ര പുനരാരംഭിക്കുന്നത്. യാത്ര തുടരുന്നതിന് മുൻപ് പാളയമടിക്കേണ്ടതിൻ്റെയും യാത്രയിൽ പാലിക്കേണ്ട ക്രമത്തിൻ്റെയും വിശദാംശങ്ങൾ കർത്താവ് അറിയിക്കുകയാണ്. സംഖ്യ 1-2 അധ്യായങ്ങളിലാണ് നമ്മൾ പാളയമടിക്കേണ്ടതിൻ്റെയും യാത്ര തുടരുമ്പോൾ പാലിക്കേണ്ടതിൻ്റെയും ക്രമത്തെക്കുറിച്ച് വായിക്കുന്നത്. നമ്മുടെ ദൈവം ഒരു ഓർഡറിൻ്റെ, ഒരു ക്രമത്തിൻ്റെ ദൈവമാണ്. പരിശുദ്ധാത്മ സാന്നിധ്യം ഒരു വ്യക്തിയിലും കുടുംബത്തിലും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് വൃത്തി, ക്രമം, ഡിസിപ്ലിൻ എന്നതെല്ലാം. ക്രമവും അച്ചടക്കവും, അതായത് ഡിസിപ്ലിനും ഓർഡറും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മീയ വളർച്ച ഒട്ടും ഉണ്ടാവുകയില്ല എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. നോക്കുക, പാളയം അടിക്കേണ്ടതിൻ്റെ ക്രമം ഇങ്ങനെയായിരുന്നു. സമാഗമ കൂടാരമാണ് നടുക്ക് വന്നിരുന്നത്. അതിൻ്റെ 4 വശത്തുമായി, നിങ്ങൾ മനസ്സിലാ ചിത്രം കാണണം, അതിൻ്റെ 4 വശത്തുമായി 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ പാളയമടിക്കണം. ഇപ്പോൾ ഈ കൂടാരമടിക്കുന്ന ക്രമത്തിൽ, അതുപോലെ തന്നെ സെൻസസ് എടുക്കുന്ന നിർദ്ദേശങ്ങളിലും ലേവ്യരെ കർത്താവ് ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുകയാണ്. ഇവിടെ സമാഗമ കൂടാരത്തിൻ്റെ 4 ചുറ്റിനും 3 ഗോത്രങ്ങൾ വീതം പാളയമടിക്കുമ്പോൾ ആ ക്രമീകരണത്തിൽ ലേവ്യരില്ല. ലേവ്യര് സമാഗമ കൂടാരത്തോട് ചേർന്ന് മറ്റൊരു വിഭാഗമായിട്ടാണ്. സമാഗമ കൂടാരത്തോട് ഏറ്റവും ചേർന്ന്, ഏറ്റവും അടുത്ത് എന്ന് വെച്ചാൽ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് പുരോഹിതരല്ലാത്ത ആരും പാപബന്ധിതമായൊരു ജീവിതത്തോടുകൂടി സമാഗമ കൂടാരത്തോട് അടുക്കാതിരിക്കാൻ ഒരു കവചമായി, ഒരു പ്രൊട്ടക്ഷനായി ലേവ്യരാണ് കൂടാരത്തിൻ്റെ ഏറ്റവും അടുത്ത് 3 വശങ്ങളിൽ പാളയമടിക്കുന്നത്. ഈ പാളയത്തിൻ്റെ മുൻഭാഗത്ത് തീർച്ചയായും മോശയും അഹറോനും പുരോഹിതന്മാരും ഉണ്ട്. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ 4 വശത്തും പുരോഹിതന്മാർ, ലേവ്യർ ആണ് പാളയമടിക്കുന്നത്. സെൻസസ് എടുത്തപ്പോഴും അവരെ മാറ്റി നിർത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ലേവ്യരെ മാറ്റി നിർത്തിയാലും
ഇപ്പോഴും 12 ഗോത്രങ്ങൾ തന്നെയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം യാക്കോബ് ജോസഫിന് പകരം ജോസഫിൻ്റെ 2 മക്കളെയാണ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജോസഫിന് പകരം ജോസഫിൻ്റെ 2 മക്കൾ കൂടി വരുമ്പോൾ എണ്ണം 13 ആവുകയാണ്. ആ 13 മൈനസ് ലേവ്യർ, 13 മൈനസ് 1, അങ്ങനെ 12 ഗോത്രങ്ങൾ. അതാണ് ഇപ്പോഴത്തെ 12 ഗോത്രങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാളയം അടിക്കുന്നതിൻ്റെ ക്രമം 3 ഗോത്രങ്ങൾ വീതം 4 വശത്തുമായി 12 ഗോത്രങ്ങൾ. അതിൻ്റെ ക്രമീകരണം ഇങ്ങനെയാണ്. ഏറ്റവും മുൻപിൽ കിഴക്ക് വശത്ത്, അതായത് കൂടാരത്തിൻ്റെ വാതിലിനോട് ചേർന്ന് മുൻവശത്ത് യൂദാ, ഇസാക്കർ, സെബുലൂൺ ഗോത്രങ്ങൾ. തെക്ക് ഭാഗത്ത്, ദക്ഷിണ ഭാഗത്ത് റൂബൻ, ശിമയോൻ, ഗാദ് ഗോത്രങ്ങൾ. പടിഞ്ഞാറ് വശത്ത്, അതായത് കൂടാരത്തിൻ്റെ പുറകിൽ വിശുദ്ധ സ്ഥലത്തോട് ചേർന്ന് വരുന്ന ഭാഗത്ത് എഫ്രായിം, മനാസെ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ. ഈ കൂടാരത്തിൻ്റെ വടക്ക് വശത്ത് ദാൻ, ആഷേർ, നഫ്താലി ഗോത്രങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൂടാരത്തിൻ്റെ അടുത്ത് 3 വശങ്ങളിലായി മറ്റു ഗോത്രങ്ങളെ കൂടാരത്തോടടുക്കുന്നതിൽ നിന്ന് തടഞ്ഞ് 3 ലേവി ഗോത്രങ്ങൾ, മുൻവശത്ത് അഹറോനും മോശയും പുരോഹിതന്മാരും. ഇനി യാത്ര തുടങ്ങുമ്പോൾ യൂദാഗോത്രമാണ് ഈ യാത്രയെ നയിച്ചത്. രക്ഷാകര കഥയിലെ യൂദാഗോത്രത്തിൻ്റെ ഇനിയുള്ള കഥാസന്ദർഭങ്ങളിൽ യൂദാഗോത്രത്തിനുള്ള ലീഡിംഗ് പൊസിഷൻ അത് കാണിക്കുകയാണ്. തെറ്റുതിരുത്തി അനുദപിച്ച് മടങ്ങി വരുന്ന ഒരുവനെ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹാകരുണയുടെ മറ്റൊരടയാളമായി മാറുകയാണ് യൂദാ. നിയമാവർത്തന പുസ്തകത്തിൽ ഏസാവിൻ്റെ ഗോത്രത്തോടും, അതായത് ഏദോമ്യരോടും അമ്മോന്യരോടും, അമ്മോന്യരാരാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലോത്തിന് സ്വന്തം പെൺമക്കളിലുണ്ടായ കുഞ്ഞുങ്ങളിൽ ഒരാളാണ് അമ്മോൻ. ഏസാവിൻ്റെ ഗോത്രത്തോടും അതുപോലെ ലോത്തിൻ്റെ മകനായിരുന്ന അമ്മോനിൻ്റെ മക്കളായിരുന്ന അമ്മോന്യരോടും പ്രത്യേകം കരുണ കാണിക്കണം, അവരെ ആക്രമിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദൈവം ഒരിക്കൽ നൽകിയ വാഗ്ദാനവും ഒരിക്കൽ നൽകിയ ഉറപ്പും ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ബൈബിളിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വിളിയും ദാനങ്ങളും പിൻവലിക്കപ്പെടാവുന്നത് അല്ല. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടാൽ മാമോദീസായിലൂടെ ത്രിയേക ദൈവം നമ്മുടെ ആത്മാവിൽ പതിപ്പിച്ച നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള മുദ്ര ഒരിക്കലും മായാതെ, ഒരിക്കലും മറയാതെ നമ്മുടെ ആത്മാവിൽ കിടപ്പുണ്ട്. ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. ദൈവം തൻ്റെ പുത്രൻ്റെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനത. ആരുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇത്തരം ദുഃഖങ്ങൾ ഏത് മനുഷ്യജീവിതത്തിലും ഉണ്ടാകാം. അത്തരം വേദനകൾ ഉണ്ടാകാത്ത ഒരാളും നമ്മുടെ പരിസരങ്ങളിലില്ല. പക്ഷെ ഓർക്കണം, എത്ര ആരുമില്ല എന്ന് നാം പരിതപിക്കുമ്പോഴും സ്വന്തം മകൻ്റെ ജീവൻ തന്ന് നമ്മളെ സ്വന്തമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ എന്ന് പലപ്പോഴും ഒക്കെ ഓർക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ അന്യതാബോധത്തെ മറികടക്കാൻ ദൈവം നമ്മെ സഹായിക്കും എന്ന പ്രത്യാശയോടെ, പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം, ഓഡിയോ പ്ലാറ്റ്ഫോം ഏത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ ഈ ദിവസത്തെ പ്രത്യേകം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഈശോ മിശിഹായെക്കുറിച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരാളോടെങ്കിലും ഒന്ന് പറയാൻ പരിശ്രമിക്കുക. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ.